ഇരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ഡിസ്കഷനുമായിട്ടാണ്. ഇത് വരുന്ന പരീക്ഷയ്ക്കും പ്രയോജനമാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അപ്പോൾ കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. USA-യുടെയും സോവിയറ്റ് യൂണിയൻ്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? 1945 ശീതയുദ്ധം നടന്നത്. ആ ഒരു ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത് ആരാണ്? ജോർജ് ഓർവലാണ്. ഓക്കെ, ജോർജ് ഓർവലാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്. ശീതയുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? USA-യും സോവിയറ്റ് യൂണിയനുമായിരുന്നു. ഓക്കെ, USA-യും സോവിയറ്റ് യൂണിയനും. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? അത് ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ, ലാലാ ലജ്പത് റായ് ആണ് ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെടുന്നത്? ക്യാൻറ്റൺ തുറമുഖമാണ്. ക്യാൻറ്റൺ തുറമുഖം. ഓക്കെ, ശീതയുദ്ധ കാലത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് നാമാണ്. NAM. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം? സാഹിത്യ നഗരം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോടിനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികൾ ഏറ്റവും സാന്ദ്രത കൂടിയത് ട്രോപ്പോസ്ഫിയർ ആണ്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? അകക്കാമ്പും താഴത്തെ ആവരണവും. ഓക്കെ, അകക്കാമ്പും താഴത്തെ ആവരണവുമാണ് ഖരാവസ്ഥയിലുള്ളത്. ഖരാവസ്ഥയിലുള്ളത് അകക്കാമ്പും താഴത്തെ ആവരണവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ? ഒഡീഷയിലെ ഭിതാർകണിക. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? ഒഡീഷയിലെ ഭിതാർകണികയാണ്. ഓക്കെ, ഭിതാർകണിക. മറ്റ് ഇതും കൂടെ നോക്കുക. വേമ്പനാട്ട് കായൽ എവിടെയാണ്? കേരളത്തിലാണ്. പിച്ചാവരം അത് തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ കാവേരി ഡെൽറ്റയും കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അതും കൊണ്ടൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. ഇനി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചിടുക. ആരോഹണക്രമമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പാലക്കാട്, അതിനുശേഷം ആലപ്പുഴ, അതിനുശേഷം തൃശ്ശൂർ, പിന്നെ കോട്ടയം. അപ്പോൾ ഇതാണ് കറക്റ്റ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പാലക്കാടും ഏറ്റവും കുറവ് കോട്ടയവുമാണ്. പിന്നെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ബിപർജോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗുജറാത്തിലാണ്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ 66-69 കാലയളവിലാണ് പ്ലാൻ ഹോളിഡേ രൂപപ്പെട്ടത്. പ്ലാൻ ഹോളിഡേ വന്നത് എന്നാണ്? 1966-69 കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലാണ് വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി
കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. അപ്പോൾ 4-ാം വർഷത്തിൽ അവസാനിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5-ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ്? 1978 ഓക്കെ. അതുപോലെ 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല, 92 ആരംഭിക്കാൻ കഴിഞ്ഞു. അപ്പോൾ 1992 ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 8-ാം പഞ്ചവത്സര. ഇത് 3 ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അപ്പോൾ നമുക്ക് എഴുതി 3 പോയിന്റുകളൊന്ന് ഓർത്ത് വെക്കുക. ഒന്ന്, 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. 8-ാം പഞ്ചവത്സര പദ്ധതി 92 ആരംഭിച്ചത്. 90 ആരംഭിക്കേണ്ടതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്ന് ഓർത്ത് വെക്കുക. പുതിയ പോയിന്റുകളാണ്, അടുത്ത പരീക്ഷയ്ക്കും ചോദിക്കാം. DMEOയും NILEROയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപതി നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യം. സോ ഓപ്ഷൻ 1 and 3 ആണ് ശരി. DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ശരിയാണ്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. അതും ശരിയാണ്. ഗ്രിഗർ മെൻഡലിനെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. അപ്പോൾ അത് തെറ്റാണ്. ഗ്രിഗർ മെൻഡൽ അല്ല ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. നോർമൻ ബോർലോഗാണ്. നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് പറയുന്നത്. GSTയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ അപ്പോൾ തൊട്ട് മുമ്പത്തെ ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ശരിയാത്ത 1 and 2 ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. GSTയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. അപ്പോൾ സംയോജിത GST കയറ്റുമതിക്കും അതുപോലെ തന്നെ ഇറക്കുമതിക്കും ബാധകമാണ്. ശരിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 ശരിയാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. അതും ശരിയാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്നുണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള. അതുപോലെ 2017 GST നടപ്പിലാക്കിയത്. അതും ശരിയാണ്. അപ്പം 3 ഓപ്ഷനും ശരിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3 തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. അത് ശരിയാണ്. ഇന്ത്യയിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക മാനദണ്ഡങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തെറ്റാണ്. സെബിയുടെ
ധർമ്മമല്ലിത്. ഓക്കെ, ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നത് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അതും ശരിയാണ്. അപ്പം വിദേശ വ്യാപാരത്തിനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എക്സിം ബാങ്കാണ്. ഈ ഓപ്ഷന് ശരിയാണ്. 1 and 3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. നെക്സ്റ്റ്, 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം. മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും 2021 കാനറ ബാങ്കിൽ ലയിച്ചു. ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചത് 2021 ഈ ലയന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ 1 മാത്രമാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 2ഉം 3യും തെറ്റാണ്. അതായത് ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം ഈ ഒരു ലയനം ബാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണല്ലോ. അപ്പോൾ അത് ശരിയാണ്. ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായിട്ട് കൂടിയാലോചന നടത്തിയ ശേഷം, അതും ശരിയാണ്. ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, അതായത് ഇപ്പം നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് ഇനി ഒരു പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ രാഷ്ട്രപതി നിയമിക്കുന്നത്. അതും ശരിയാണ്. ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചന അതില്ല. ഓക്കെ, 4 വേണ്ട. മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചന നടത്തേണ്ട കാര്യമില്ല രാഷ്ട്രപതിക്ക്. സോ ആദ്യത്തെ 3 ഓപ്ഷനാണ് ശരി. സോ ആൻസർ ഡി ആണ് റൈറ്റ്. ഓക്കെ, 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. 2ാമത്തെ പ്രസ്താവന, നടപടികളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതാണെന്നാണ് എടുക്കേണ്ടത്. അപ്പം 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടുള്ളതല്ല. ശരിയാണ്. നടപടികളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാനും പാടുള്ളതല്ല. ഓക്കെ, ഇത് 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ, ഇതാണ് ലക്ഷ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല ആമുഖത്തിൻ്റെ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അത് റൈറ്റ് ആൻസറാണ്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. അതും ശരിയാണ്.
ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അംഗീകാരത്തിനായി സഭകൾ മുമ്പാകം വയ്ക്കേണ്ടതാണ്. കൂടാതെ 6 മാസത്തിനു ശേഷം പാർലമെൻറ്റിൻ്റെ സഭകളുടെയും അധികാരം പ്രഖ്യാപനത്തിന് ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാക്കുന്നതാണ്. അത് തെറ്റാണ്. സോ ഓപ്ഷൻ 1 and 2 is the right answer. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഏതെന്നാണ്. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. ശരിയാണ്. അപ്പം 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനയുടെ താൽക്കാലിക ചെയർമാനായിട്ട് നിയമിച്ചത്. 1946 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. തെറ്റാണ്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അതും ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. എന്താണെന്ന് വെച്ചാൽ 1947 ഓഗസ്റ്റ് 29. സോ ഓപ്ഷൻ 1 and 3 ആണ്. ഓപ്ഷൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, മിസ്റ്റേക്കില്ല. 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരി അല്ലാത്തത് ഏതെന്നല്ലേ ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ 2 ആണ് ശരി അല്ലാത്തതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഓൺലി 2 എന്നുള്ളത്, ദാറ്റ് ഈസ് C ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാം? അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 7ാം ഷെഡ്യൂളിലാണ്. 7ാം ഷെഡ്യൂളിലാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, 7ാം ഷെഡ്യൂളിലാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. 7ാം ഷെഡ്യൂളിലാണ്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വൈദ്യുതി മാത്രമാണ് 7ാം ഷെഡ്യൂളിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിഷയങ്ങൾ. ഓക്കെ, വൈദ്യുതി മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നത്. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിനിധീകരിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. ഓക്കെ, ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. സോ ഓപ്ഷൻ D എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ 16 പ്രതിപാദിച്ചിരിക്കുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കമ്മീഷൻ്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം. കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തി ആയിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം.
ഓക്കെ, സോ അതും റൈറ്റ് ആൻസറാണ്. ജസ്റ്റിസ് കെ ബി കോശി ചെയർപേഴ്സണായും ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ ടി കെ വിൽസൺ എന്നിവർ അംഗങ്ങളായുമുള്ള ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനെ 1998 കേരള ഗവർണർ നിയമിച്ചു. തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 നിലവിൽ വന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 and 2 ഈസ് ദ റൈറ്റ് ആൻസർ. 3 എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പോയിന്റുകൾ അല്ലാതെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. അതുപോലെ മറ്റൊരു അംഗം എന്ന് പറയുന്നത് നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് എത്ര വർഷം, 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജഡ്ജിയെങ്കിലും ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശ മൗലിക അവകാശമാക്കി പ്രഖ്യാപിച്ചത്? വിവരാവകാശത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമാണ്. അപ്പോൾ വിവരാവകാശത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ആർട്ടിക്കിൾ ഏതാണ്? 19(1)(a) ആണ്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് അഭയകിരണം സ്ത്രീകൾക്ക് വേണ്ടിയാണ്, പടവുകൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്നേഹസ്പർശം സ്ത്രീകൾക്ക് വേണ്ടിയാണ്, ആശ്വാസനിധി സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സോ എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. ഓക്കെ, സ്ത്രീകൾക്ക് അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി, ഇത് ഇത്രയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അധികാര വികേന്ദ്രീകരണം. ഓക്കെ, അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ഓപ്ഷൻ ഏതാണെന്നാണ്. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. ശരിയാണ്. ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനുമായി 1996 കെ ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചു. ഇത് തെറ്റാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. സോ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ച വർഷം എന്നാണ്? 1996 ഓഗസ്റ്റ് 17 ഓർത്ത് നോക്കുക. 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. സോ 1 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ ഏതെല്ലാമായിരുന്നു? പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. 2000 നിരോധിച്ച നരേന്ദ്രൻ കമ്മീഷൻ്റെ ശുപാർശകളാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമ ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക. ശരിയാണ്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തുക. അത് തെറ്റാണ്. നരേന്ദ്ര കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമല്ലായിരുന്നു അത്. ഓക്കെ, പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക. അത് ശരിയാണ്. സോ 1 and 3 is the right answer. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി
കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്. കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? എൻപ്രൗഡ് ആണ്. ഓക്കെ, എൻപ്രൗഡ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നത് ഒരു എഫാക്ടർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ഒഴികെയുള്ള താഴെ പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഓക്കെ, ഇനി സംവേദനം ഗ്രഹിക്കുന്നതിന് ഏതൊഴികെയുള്ള വ്യവസ്ഥകൾ ആവശ്യമാണെന്ന്. അപ്പോൾ ഇത് വേണ്ട. ഒരു എഫാക്ടർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ആവശ്യമില്ല. ബാക്കിയെല്ലാം ആവശ്യമുള്ളതാണ്. പ്രതികരണം ആരംഭിക്കാൻ തക്ക ശക്തമായ ഉത്തേജനം വേണം. ഉത്തേജനത്തെ ഒരു പ്രേരണയാക്കി മാറ്റുന്നതിനുള്ള ഒരു റിസപ്റ്റർ വേണം. തലച്ചോറിലെ പ്രേരണയുടെ വ്യാഖ്യാനവും വേണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒഴികെയുള്ള വ്യവസ്ഥകൾ ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് വേണ്ട. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ആവശ്യമില്ല സംവേദനം ഗ്രഹിക്കുന്നതിന്. ഓക്കെ, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളുടെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ടെഫ്ര എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ടെഫ്ര. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ വാരിസെല്ല എന്നുമാണ് വിളിക്കുന്നത്. ചിക്കൻ പോക്സിൻ്റെ മറ്റൊരു പേരാണ് വാരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ സിറോസിസ് ആണ്. ഓക്കെ, കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഏത് ദൗത്യമാണ്? ആർദ്രം. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യമാണ് ആർദ്രം ദൗത്യമാണ്. ഓക്കെ, ആർദ്രം ദൗത്യമാണ്. അപ്പോൾ ഇത്രയേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിൻ്റെ ഓരോ വശവും 1.1 മീറ്ററായി അളക്കുന്നു. ഉചിതമായ പ്രധാന കണക്കുകളിൽ ചതുരത്തിൻ്റെ വിസ്തീർണം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഓരോ വശത്തിൻ്റെ നീളം എത്രയാണ്? 1.1 മീറ്ററാണ്. ഓക്കെ, വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരത്തിൻ്റെ വിസ്തീർണം. അതായത് ഇത് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1.2 മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഓരോ ചതുരത്തിൻ്റെ ഓരോ വശം എന്ന് പറയുന്നത് 1.1 മീറ്റർ ആയിട്ടാണ് അളക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ചതുരം എന്ന് പറയുന്നത് സമചതുരമാണ് വരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, സമചതുരം 1.1 ആയിട്ട് വരും. അപ്പോൾ സമചതുരത്തിൻ്റെ വശം എ ആണെങ്കിൽ ഓക്കെ, സമചതുരത്തിൻ്റെ വശം എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ എന്നുള്ളതാണ്. എ എന്ന് പറയുന്നത് 1.1 ആയിട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. ശരിയാണ്. സ്ഥിരമായ പ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് തെറ്റാണ്. ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമുകളിൽ മാത്രമാണ്. അതും തെറ്റാണ്. പിന്നെ
വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ്. അതും ശരിയാണ്. അപ്പം ഓപ്ഷൻ 1 and 4 is the right answer. ഓക്കെ, ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണെന്നുള്ളതും വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോഡൈനാമിക്സിൻ്റെ 0 നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. തെർമോഡൈനാമിക്സിൻ്റെ 0 നിയമം താപസന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഐക്യരാഷ്ട്രസഭ 2025 ഡാഷായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് 2025 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. കാർബണിൻ്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡാഷാണ്. കാർബണിൻ്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ എന്ന് പറയുന്നത് ദ്വിമാന 2D പദാർത്ഥമാണ്. ഓക്കെ, ദ്വിമാന 2D പദാർത്ഥം. വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, N3- F- Mg2+, Al3+. അപ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പം കൂടുതൽ അലൂമിനിയം 3+-നായിരിക്കും, ഏറ്റവും കുറവ് നൈട്രജൻ 3-നുമായിരിക്കും. ഓക്കെ, ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിനാണ്. ഓക്കെ, നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ്. 2023 രസതന്ത്രത്തിനുള്ള സമ്മാനം ലഭിച്ചത്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേര്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേര് ഏതാണ്? ഡി ഗുഗേഷാണ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ചതാരാണ്? ഡി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിൽ ഏത് അനുഷ്ഠാന കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തെയ്യം. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേര്. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേര് ഏതാണ്? മല്ലിക സാരാഭായ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേര്. ആദാമിൻ്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? പങ്കജ് അദ്വാനി ബില്യാർഡ്സിലാണ് ചാമ്പ്യൻ. ഓക്കെ, പങ്കജ് അദ്വാനി ബില്യാർഡ്സിലാണ് ചാമ്പ്യൻ. അപ്പോൾ ഇത്രയാണ് 50 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറാണ്. ഇത് ബാക്കി മാത്സ് ആണ്. ഓക്കെ, മാത്സ് ചെയ്ത് നോക്കുന്ന അതായിട്ടുള്ളൊരു സെക്കൻഡ് വീഡിയോ ഞാൻ ഇട്ട് തരാം. അത് ചെയ്ത് നോക്കണമല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നില്ല. അപ്പോൾ ഇത്രയും 50 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ പ്രയോജനപ്പെട്ടു നോക്കാം. ഇത് തന്നെ ചിലപ്പം റിപ്പീറ്റായിട്ട് അടുത്ത വരുന്ന പരീക്ഷകൾക്കും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ all the best and thanks for watching.